ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റു, റെഡിയായി, മണി 6 വണ്ടി കയറാൻ പോകുന്നു. ഇന്ന് ബാംഗ്ലൂരാണ്, 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കവർ ചെയ്യേണ്ട ദൂരം എന്ന് പറയുന്നത് 820 കിലോമീറ്ററാണ്. ഇവിടെ നേരെ ഹൈദരാബാദിൽ പോകുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചായയൊക്കെ അടിച്ച് നാളെ അവിടെ നിന്ന് വിടക്കാം ബാംഗ്ലൂർ ഇന്ന് എന്തായാലും പിടിക്കും. കാര്യം ഇന്ന് ബാംഗ്ലൂർ എത്തിയേ പറ്റൂ. നമ്മൾ ഓൾറെഡി നാളെ ബാംഗ്ലൂരത്തെ വർക്കെല്ലാം അസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നാളെ പോയി വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്തായാലും ബാംഗ്ലൂർ പിടിക്കും. ഓക്കെ, അപ്പം യാത്ര തിരിക്കുകയാണ്. അപ്പുറത്ത് അവർ ഇറങ്ങി എന്ന് പറയുന്നു, അപ്പുറത്തെ റൂമിൽ. ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാം നന്നായിരുന്നു. അങ്ങോട്ടും അങ്ങനെ ആയിരിക്കട്ടെ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, പോയിട്ട് അപ്പോൾ ഇനി വണ്ടിയിൽ കയറണം, യാത്ര ചെയ്യണം. വണ്ടിയൊക്കെ റെഡിയാക്കി ഇട്ടയ്ക്കുന്നു. ഇനി അങ്ങ് ചാടി കയറിയാൽ മതി. ആന്ധ്രയിലെ ആന്ധ്രയല്ല പറയും പോലെ തെലുങ്കാന. പണ്ടാണെങ്കിൽ ആന്ധ്ര ഒറ്റ സ്റ്റേറ്റായിരുന്നു, ഇപ്പോൾ തെലുങ്കാനയിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതായത് ഹൈദരാബാദിനടുത്ത് ഉപ്പുമാവാണ് കഴിച്ചത്. ഡെയിലി ദാലും റൊട്ടിയും കഴിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മടുത്തുപോയി. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് കഴിച്ചു. നല്ല കൊള്ളാം. അവർ ഈ കാഷ്യൂസൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു അടിപൊളി ഉപ്പുമാവ് കഴിച്ചും കൊണ്ട് ഇറങ്ങി. അപ്പോഴാണ് ഭീമയിൽ ഒരു അരിയുണ്ട വാങ്ങിയത്. ഇവിടെ നമ്മളത്തെ നാട്ടിലെ അരിയുണ്ട, ഇവിടെ റാഗി ഉണ്ട. ആ റാഗി ഉണ്ട കൊള്ളാമെന്ന് പറയുന്നു. അതൊന്ന് കഴിച്ചു നോക്കണം. ഇന്നലെ എന്ത് റാഗി മുർദ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ. നിങ്ങളിവിടെ വരികയാണെങ്കിൽ കഴിക്കണം. കാര്യം അതിനകത്ത് ഈ ചിക്കൻ കറി ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തൊരു കഴിക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു. അത് ഈ ആന്ധ്രയുടെ ഡിഷാണ്. ഇപ്പോൾ രണ്ടായപ്പോൾ തെലുങ്കാനയിലും ഉണ്ട്, ആന്ധ്രയിലും ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ വണ്ടി കയറാൻ പോകണം. ഇനി അടുത്ത ഒരു സ്ട്രെച്ച് കൂടെ ഓടിപ്പിടിക്കണം. പിന്നെ ആവശ്യത്തിന് ബ്രേക്കൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈദരാബാദ് സിറ്റിക്കകത്ത് കയറാതെ ഉള്ള ഒരു റിംഗ് റോഡാണ്. നേരെ പോയി ബാംഗ്ലൂർ നമ്മുടെ NH44 കണക്റ്റ് ആവും. ഈ റോഡ് ഒരു 68 കിലോമീറ്ററോളം ഉണ്ട്. ഇനി ഒരു 16 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവും. ഇത് 16 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ 44 കയറും. നമ്മുടെ ട്രിവാൻഡ്രത്തും ഇങ്ങനെ ഒരു റിംഗ് റോഡ് ഉണ്ടായെങ്കിൽ എന്ത് നന്നായിരുന്നു. അതിവിശാലമായ 6 വരി പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ ഹെവി ട്രാഫിക്കിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ റോഡ് കയറിയിട്ട് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്ററായി. മറ്റേ റോഡ് കണ്ടല്ലോ, ഇപ്പോൾ 6 വേ സൂപ്പർ റോഡ്. അങ്ങനത്തെ റോഡാണ് നമുക്ക് ട്രിവാൻഡ്രം മുതൽ കാശ്മീർ വരെ ഉണ്ടെങ്കിൽ നമ്മളാരും ഫ്ലൈറ്റിനെയും ട്രെയിനിനെയും ഒന്നും ആശ്രയിക്കില്ല. കാര്യം അത്രയ്ക്കും പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഞാനിവിടെ എനിക്ക് കുറച്ചൊരു ദിവസം കൂടുതൽ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂർ വരെ ഞാൻ ഈ റോഡ് ട്രിപ്പിനുള്ളൂ. ബാംഗ്ലൂരിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ഞായറാഴ്ച, അതായത് ഇവിടുന്ന് ഇന്നിപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. വെള്ളി, ശനി, ഞായറാഴ്ച ഞാൻ ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്തോട്ട് പോകും. നമ്മുടെ പ്രഭുവും വിമലവും കൂടെ ഈ വണ്ടി തന്നെ അവരുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം. അവർ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെയും ഈ വണ്ടിയിൽ തന്നെ പോകുന്നത്. ഇതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത്. അപ്പം നമ്മുടെയൊക്കെ യാത്രകൾ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തുന്ന കാര്യങ്ങളിൽ പലപ്പോഴും പല മാറ്റങ്ങളും ഉണ്ടാവാം. അത് സമയാസമയം ഉള്ളതാണ്. അപ്പം വേറൊരു യാത്രയിൽ ഇതുപോലെയുള്ള ഞാൻ ട്രിവാൻഡ്രം മുതൽ തന്നെ അങ്ങോട്ട് ഇനി ലേ ലഡാക്ക് വരെയും പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ഒത്തു വരികയാണെങ്കിൽ പോകും. അപ്പം ഇതാണിപ്പോഴത്തെ അപ്ഡേറ്റ്. നമ്മൾ ഇടയ്ക്ക് എപ്പോൾ ഇറങ്ങി ഒരു കോഫിയെ കുടിച്ചൊന്ന് ചാർജായി, എന്നിട്ട് വീണ്ടും വണ്ടി കയറി വീണ്ടും യാത്ര ചെയ്യും. നിങ്ങൾക്ക് ഈ കാർ യാത്ര പോലെ ഒരു ബൈക്ക് യാത്ര ഓൾ ഇന്ത്യ അടിക്കണമെന്നുണ്ടോ?
ഇനി മാറി നിൽക്കാൻ പറ്റില്ല. പ്രശ്നമല്ലേ? ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിപ്പോയി. അങ്ങനെ ഒറ്റയ്ക്കൂടെ കഴി കൊണ്ട് ഞാൻ പറ്റില്ല. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയണം. അല്ല അത് ഞാൻ പിന്നെ അവിടെ അതൊന്നും വരെ ഇപ്പം ഓഫീസ് സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഓൺലൈൻ എല്ലാം ചെയ്യാവുന്നൊന്നും കുഴപ്പമില്ല. വിമലിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ ബൈക്കിൽ? ഉണ്ട്. എനിക്ക് ഓൾ ഇന്ത്യ അല്ല, എനിക്ക് പോകണം, ലേലഡാക്ക് പോകണം. പക്ഷെ ബൈക്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും ഒരു മടുപ്പ് തോന്നില്ല. കാറിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അതുപോലെ ഈ ഓടിക്കുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് പിന്നെ ഞാൻ ഓടിക്കാൻ ഷൂമാക്കറും നമ്മുടെ ഇതിനാണ് മലയാളത്തിൽ പട്ടി പുല്ല് തിന്നില്ല, പശുവിനെ തിന്നിക്കാൻ സമ്മതിക്കൂല, എന്നെ ഓടിക്കാനും സമ്മതിക്കും. ബൈക്ക് വിറ്റ് വാലന്റീന റോസി കാറിൽ കയറിയ പോലെയാണ് നമ്മളെ പ്രഭു വണ്ടി ഓടിച്ച. വിമലിന് ഒറ്റ പ്രശ്നമുള്ളൂ, മറന്നു പോകും. ഹോൺ അടിക്കാൻ മറന്നു പോകും, സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കാൻ മറന്നു പോകും. വിമൽ എപ്പോഴും ഇപ്പോഴും ഗൾഫിൽ നിന്ന് ഇങ്ങനെ ട്രിവാൻഡ്രം ഇങ്ങനെ നമ്മുടെ കേരളത്തിലോട്ട് എത്തിയില്ല. ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഹോൺ അടിക്കാത്തത്. പക്ഷെ അതൊരു നല്ലൊരു കൾച്ചറാണ് ഈ ഹോൺ ചുമ്മായിട്ട് അടിക്കാത്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതായത് വിദേശ രാജ്യങ്ങൾ അവർ ഈ ലൈൻ ട്രാഫിക് കറക്റ്റായിട്ട് അവർ അംഗീകരിച്ച് പോകും, അവർ അനുസരിക്കും. അത് ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ അങ്ങോട്ടും പോയി ഇങ്ങോട്ട് പോയി ലോറിക്കാരന്മാർ കണ്ടില്ല, പോകുന്ന ഒരു ലോറി ഉണ്ടോ റൈറ്റ് സൈഡ് പിടിച്ച് പോകുന്നത്, അതൊക്കെ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകേണ്ട വണ്ടികളാണ്. അപ്പം നമുക്ക് ഹോൺ അടിച്ചേ പറ്റൂ. കാര്യം ഇവൻ ഈ റൈറ്റ് സൈഡ് പൊക്കോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് പിടിക്കും. അപ്പോൾ അപകട സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഹൈവേയിൽ പോകുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഇതാണ്. ദൂരേന്ന് 2-3 പ്രാവശ്യം ഹോൺ അടിക്കുക, എന്നിട്ട് കയറുന്നതായിരിക്കും സേഫ്. ഇതാണ്ട റൈറ്റ് ആകുമ്പോൾ പോകുന്നു, ലെഫ്റ്റ് ഒരു ബൈക്ക് കയറാൻ പോകുന്നു. അപ്പം ഈ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ട് കയറാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് മിസ്റ്റർ പ്രഭു ആൻഡ് മിസ്റ്റർ വിമൽ ആൻഡ് മിസ്റ്റർ പ്രവീൺ 3 പേര് ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ഈ ഹൈവേ NH44 ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ BMW X7 വാഹനം. അപ്പോൾ ഹൈവേയിൽ നിർത്തി ഇറങ്ങി എല്ലാവരും ഒന്ന് ഫ്രഷായി കയറണം. അടുത്ത വിശപ്പിൻ്റെ സമയമായി വരുന്നു. മണി 12:45. ഹൈവേയുടെ മറ്റൊരു ഭാഗം ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തി, പെട്ടെന്ന് കയറി, പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് ചാടി കയറി. അപ്പോൾ ഇപ്പം അങ്ങനെ പോകുന്നു. നമ്മളിപ്പോൾ ആന്ധ്ര ഏതാണ്ട് തീരാറായി. ഇവിടെയാണ് കിയ ഫാക്ടറി ഉള്ള സ്ഥലമാണിത്. കിയ ഫാക്ടറി കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അകത്ത് കയറാൻ പറ്റില്ല, ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളൊരു ചായ കുടിക്കാൻ അടയാർ ആനന്ദ് ഭവൻ. സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാൻ പോണത്. അപ്പോൾ ഇവിടെ കയറി ഒരു ചായ അടിച്ചും കൊണ്ട് അല്ലെങ്കിൽ ഒരു കോഫി അടിച്ചുകൊണ്ട് വീണ്ടും ഒറ്റ പോക്ക്. ഇനി ഒരു 150 കിലോമീറ്ററേ ഉള്ളൂ ബാംഗ്ലൂർ. അപ്പോൾ എൻ്റെ കാർ ട്രിപ്പ് 150 കിലോമീറ്ററോട് കൂടി അവസാനിക്കും. ബാക്കി ഫ്ലൈറ്റിലും കൂടെ ബാക്കി ഒരു 700 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സുഖം തീർന്നു, വീടെത്തി. ഇനി അടുത്ത യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ യാത്രയുടെ അവസാനവും അടുത്ത യാത്രയുടെ തുടക്കമാണ് എനിക്ക്. സെർച്ചിങ് ഫോർ അവർ ടേബിൾ. ഇതാണ് നമ്മുടെ ടേബിൾ. ഇവിടെയാണ്. എവിടെയെങ്കിലും ഇരിക്കാം. കണ്ണ് തെറ്റിയ സ്വീറ്റ്സ് വാങ്ങിക്കുമല്ലേ? ഇവിടെ സ്വീറ്റ്സ് ഇതായിരിക്കുമല്ലേ? നിങ്ങൾ കാജു പിസ്ത ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് വാങ്ങിക്കാം. നല്ലതാണ്. ഈ അടയാർ ആനന്ദ ഭവനിൽ നെയ്യ് കിട്ടുമെന്ന് പറഞ്ഞു വിമല്. നെയ്യും ഇതാണോ നെയ്യ്? ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ A to B അടയാർ
ആനന്ദഭവൻ. അവിടെ കയറി ഈ നെയ്യ് വാങ്ങി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുമെന്നൊക്കെയാണ് ബിമൽ പറയുന്നത്. വീട്ടിലമ്മ പിള്ളേർക്ക് ഓൾറെഡി അവിടെ ഉണ്ടാകുന്നു. സൂര്യൻ അസ്തമിക്കുന്ന രംഗമാണ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ ഇങ്ങനെ വന്ന് ഈ ഒരു സായന കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് അതൊരു സുഖമാണ്. ഇപ്പം ഈ റോഡ് ട്രിപ്പുമായിട്ട് ഇപ്പോൾ സെറ്റായി. ഇനി വേണമെങ്കിലും ഇതേപോലെ ഒരു യാത്ര ഒന്നും കൂടെ പോയിട്ട് വരാനുള്ളൊരു മൂഡുണ്ട്. അപ്പോൾ ക്യാമറാമാൻ പ്രവീണിനൊപ്പം ബിമൽ. ആന്ധ്ര കർണാടക ബോർഡറാണിത്. ബോർഡർ എത്തി. ഇവിടെ കിയയുടെ ഫാക്ടറി ഉണ്ട്, അത് ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്യണം. ബിമല് നെയ്യും ഇതൊക്കെ വാങ്ങിയ ബില്ലാണിത്. QR കോഡ് സ്കാൻ ആവുമോ? QR കോഡ് സ്കാൻ ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി കയറുന്നു, യാത്ര തുടരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കിയ കാറുകൾ എത്തുന്ന ഫാക്ടറിയാണ്. ഇവിടെ നിന്നാണ് ഓരോരോ വണ്ടികളും നമ്മളെ ട്രിവാൻഡ്രം റീജിയനിലേക്ക് എത്തുന്നത്. അല്ല, ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യ മൊത്തമാണല്ലേ? സൗത്ത് ഇന്ത്യ മൊത്തം. ഇന്ത്യയിൽ മൊത്തം ഫാക്ടറിയാണ്. ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് കിയ എന്നാണ്. കിയ പോലീസ് സ്റ്റേഷൻ, ഇൻഡസ്ട്രി ഏരിയ, കിയ ഇൻഡസ്ട്രി, എല്ലാ ഹോട്ടൽസിൻ്റെ ഇതിലും അഡ്രസ്സിങ് ഓൺ കിയ. ഈ സ്ഥലം തന്നെ അങ്ങനെ അറിയപ്പെടുന്നു. കാണാനായിട്ടൊരു കാഴ്ച തന്നെയാണ്. അല്ലേ? ഓ, അപ്പോൾ നമുക്ക് മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ, വണ്ടിക്കും വേണ്ടി. അതുകൊണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി. എല്ലാം മനസ്സിലായി. കർണാടകത്തിലാണ്. ആകാശത്തിൻ്റെ കളർ കണ്ട ഒരു വേറൊരു കളർ. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറുള്ള ആകാശം. അത് വീട്ടിലൊക്കെ ഒരുപാട് ദൂരെ ഇങ്ങനെ ഈ ആകാശവും കണ്ട് നമ്മൾ ഒരു ഹൈവേയുടെ സൈഡിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന നമ്മൾ പിന്നെ ഒരു സുഖം വേറെയിടവും കിട്ടില്ല. ഇതാണ് യാത്രകളെ സ്നേഹിക്കുന്ന ഇതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടും. ഈ സീനിക്കായിട്ടുള്ള ഈ ഒരു ഇത് എൻ്റെ ജീവിതത്തിൽ ഇനി എപ്പോഴെങ്കിലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റുമോ? അഥവാ ഇതുവഴി വന്നാൽ പോലും ചിലപ്പോൾ ഇവിടെ ഇറങ്ങണമെന്നില്ല, ഇത് കാണണമെന്നുമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ? ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ സ്ഥലത്തും കഴിഞ്ഞ് നമ്മളങ്ങ് പോകും. ഇതൊരു പമ്പാണ്, പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയത്. ഗുഡ് മോർണിംഗ് പറയാൻ കാരണം നമ്മൾ ബാംഗ്ലൂർ എത്തി ഇന്നലെ. സംഭവം ഒരു പ്രശ്നം പറ്റി. എൻ്റെ ഈ ക്യാമറയ്ക്ക് ചാർജ് ഇടാൻ മറന്നുപോയി, വണ്ടിയിൽ ഇടാൻ മറന്നുപോയി. ഇവിടെ എത്താറായപ്പോൾ നോക്കിയപ്പോൾ ചാർജ് ഇല്ല, തീർന്നു. അപ്പോൾ അതുകൊണ്ട് വന്ന കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല, സോറി. അപ്പം നമ്മളിന്നലെ രാത്രി ഏതാണ്ട് 9-10 മണിയായി ഇവിടെ എത്തിയപ്പോൾ. ഇവിടെ വന്ന് നമ്മൾ റൂം എടുത്തു. റൂം മീൻസ് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്, കുഴപ്പമില്ല, നല്ല റൂമാണ്, വൃത്തിയുണ്ട്. അപ്പോൾ ഇവിടെ റൂം എടുത്തിട്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ചെറിയൊരു ആവശ്യമുണ്ട്, അത് കഴിയണം. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു മാളിൽ പോയിട്ട് ഒരു സ്പീക്കർ നോക്കണം. അതിവിടെ കിട്ടുമെന്നറിയില്ല, കിട്ടുമെങ്കിൽ അത് നോക്കണം. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് അങ്ങനെ പോകും. നാളെ എനിക്ക് രാവിലെ ഇവിടെ MG റോഡിൽ വേറൊരു ആവശ്യമുണ്ട്, അതിന് നാളെ പോകണം. നാളെ പോയിട്ട് മറ്റന്നാൾ രാവിലെയാണ് ഫ്ലൈറ്റ് എടുത്തേക്കുന്നത്. നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, നാളത്തേക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ തിരിച്ചു പോകും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാര്യം. ഫുഡ് കഴിച്ചില്ല, മണി 11 പിന്നെ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും റോഡ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിച്ചു. ഇനി ഞാൻ വീട്ടിലോട്ട് ഫ്ലൈറ്റിൽ പോകും. അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു, ബാംഗ്ലൂർ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ വന്നിട്ട് നമ്മുടെ റൈഡുമായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസ് തരാൻ വേറൊന്നുമല്ല,
അപ്പം നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരു രസകരമായിട്ട്, അതായത് അങ്ങനെ ഒരു അവതരണ ശൈലി എനിക്കറിയില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ, യാത്രയുടെ അനുഭവങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.